ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ് ആണ്. അപ്പോൾ ഈ ഫസ്റ്റ് സ്ലൈഡിനകത്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കേരള PSCയുടെ എക്സ്പെക്റ്റഡ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ അതിനകത്ത് ബിടെക്കാർ നോട്ട് ചെയ്ത് പഠിക്കേണ്ട ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ LSTDA ആണ്. മാസ് വേക്കൻസി വരുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ അതിനൊക്കെ കൂടി വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഓവർസിയറിനും അതുപോലെ തന്നെ എയ്ക്കും എല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള എസ്റ്റിമേഷൻ കോസ്റ്റിംഗ് ആണ് ഇന്ന് പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ കാണാൻ പറ്റും. അതിനകത്ത് ക്വസ്റ്റ്യൻസ് ഒത്തിരി റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നൊരു ടോപ്പിക്കാണ്. ആൻഡ് ഇതിനകത്ത് തന്നെ ഈ ലെക്ചറിനകത്ത് തന്നെ ഞാൻ കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഓരോ ടോപ്പിക്ക് കഴിഞ്ഞിട്ടും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം കുറച്ച് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. പിന്നെ ഇതിൻ്റെ PDF നോട്ട്സ് ഞാൻ എൻ്റെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. സോ വാട്ട് ഈസ് എസ്റ്റിമേഷൻ എന്നുള്ളതാണ് ഫസ്റ്റ് നമുക്ക് അറിയണം. അപ്പോൾ നമുക്ക് അതിനകത്തൊരു 2-3 ടേംസ് ഫസ്റ്റ് അറിയണം. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി സർവേയിങ് ആണ്. അപ്പോൾ നമുക്ക് അറിയാം, നമ്മൾ എപ്പോഴും QSB എന്ന് പറഞ്ഞിട്ടാണ് ഈ സബ്ജക്റ്റ് പഠിച്ചത് തന്നെ. അപ്പോൾ ക്വാണ്ടിറ്റി സർവേയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് പ്രോസസ് ഓഫ് കാൽക്കുലേറ്റിംഗ് വേരിയസ് ഐറ്റം ഓഫ് വർക്ക് ആൻഡ് ഇറ്റ്സ് എക്സാക്ട് ക്വാണ്ടിറ്റീസ്. അതായത് ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ക്വാണ്ടിറ്റി സർവേയിങ് എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ് വൺ ഇസ് എസ്റ്റിമേഷൻ. ഈ ക്വാണ്ടിറ്റി നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത ക്വാണ്ടിറ്റീസിൻ്റെ കോസ്റ്റ് അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ ഫോർ കൺസ്ട്രക്ഷൻ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടെക്നിക് ഓഫ് കാൽക്കുലേറ്റിംഗ് വേരിയസ് ക്വാണ്ടിറ്റീസ് ആൻഡ് എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ, അതിനെയാണ് നമ്മൾ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്വാണ്ടിറ്റി സർവേയിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റ് ചെയ്യുന്നു. എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് വേണ്ട എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് വേറെ 2 ടേംസ് ഉണ്ട്. അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വൽ കോസ്റ്റും ക്യാപിറ്റൽ കോസ്റ്റ്. ആക്ച്വൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് വർക്ക്, അതായത് നമ്മുടെ വർക്ക് ഫുൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഉള്ള ഫൈനൽ കോസ്റ്റിനാണ് ആക്ച്വൽ കോസ്റ്റ് എന്ന് പറയുന്നത്. വർക്കിൻ്റെ കംപ്ലീഷന് വേണ്ടി മാത്രമുള്ള കോസ്റ്റിനാണ് ആക്ച്വൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആക്ച്വൽ കോസ്റ്റ് പ്ലസ് എന്തും കൂടി വരും, ലാൻഡ് റിക്വസിഷനും അതുപോലെ തന്നെ കൺസ്ട്രക്ഷന് വേണ്ടതും ടാക്സസും, അങ്ങനെ എല്ലാ കോസ്റ്റും കൂടെ ചേർന്നതാണ് ക്യാപിറ്റൽ കോസ്റ്റ്. അപ്പോൾ ഡിഫറൻസ് മനസ്സിലായി കാണും. ആക്ച്വൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷനാണ്. ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടിങ് ഫ്രം ലാൻഡ് അക്വിസിഷൻ, അതിൻ്റെ ടാക്സസ്, എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ കമ്മിങ് ടു വാല്യുവേഷൻ. അപ്പോൾ നമ്മൾ ഏതോ കാലത്തൊക്കെ ഉണ്ടാക്കിയ കൺസ്ട്രക്ഷൻ ആയിരിക്കും, അതിന് പ്രസൻറ്റ് സെനാരിയോയിൽ അല്ലെങ്കിൽ പ്രസൻറ്റ് കണ്ടീഷനിൽ എത്ര വിലയുണ്ട് അല്ലെങ്കിൽ ഫെയർ പ്രൈസ്, ഇപ്പോൾ എത്ര വാല്യൂ ഉണ്ട് എന്ന് എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ വാല്യുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ബേസിക് ടേംസ്. ക്വാണ്ടിറ്റി സർവേയിങ്, ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റ് ചെയ്യുക, എസ്റ്റിമേഷൻ കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യുക, ആക്ച്വൽ കോസ്റ്റ് ആൻഡ് ക്യാപിറ്റൽ കോസ്റ്റ്. ആക്ച്വൽ കോസ്റ്റ് കൺസ്ട്രക്ഷനുള്ള കോസ്റ്റ്, ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ കോസ്റ്റ് പ്ലസ് ലാൻഡ് അക്വിസിഷൻ പ്ലസ് ടാക്സസ്. വാല്യുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈൻഡിങ് ദ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ആണ്, അതായത് ഫൈൻഡിങ് ദ ഫെയർ പ്രൈസ് ഓഫ് എ ബിൽഡിംഗ്, അതായത് നമ്മൾ ഇപ്പോൾ പ്രസൻറ്റ് ടൈമിൽ എത്രയാണ് എന്ന് കണ്ടുപിടിക്കുന്നതാണ്. ഓക്കെ, ഇനി കമ്മിങ് ടു ദ ഡീറ്റെയിൽസ് ഓഫ് എസ്റ്റിമേഷൻ. എസ്റ്റിമേഷൻ്റെ ഡീറ്റെയിൽസിൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ എസ്റ്റിമേഷൻ ചെയ്യുന്നതെന്നുള്ളത്. ആദ്യത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഫൈൻഡ് ഔട്ട് ദ കോസ്റ്റ് ആൻഡ് ടു ഫൈൻഡ് വെദർ ദ എമൗണ്ട് ഇൻ ഹാൻഡ് ഇസ് സഫിഷ്യൻറ്റ്, അതായത് നമ്മൾ എത്ര കോസ്റ്റ് ആകും അത്രയും കാശ് നമ്മുടെ കയ്യിലുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ. ദെൻ സെക്കൻഡ് വൺ ഇസ് ടൈം കൺട്രോൾഡ് വർക്ക്, അതായത് നമ്മുടെ വർക്കിന് ഒരു ടൈം കൺസ്ട്രെയിൻ വെച്ചിട്ടല്ലേ ടൈം കൺട്രോൾ ചെയ്ത് വർക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തത് ടെൻഡറിങ് ആൻഡ് കോൺട്രാക്റ്റിംഗ്, അതായത് ടെൻഡറും കോൺട്രാക്റ്റും ഒക്കെ വിളിക്കുന്ന സമയത്ത് നമുക്ക് കോൺട്രാക്ടേഴ്സിന് ഇത്രയും ഉള്ള ബിഡ് കൊടുക്കും, അതായത് ബിഡ് അവർ സൈൻ ചെയ്യണമെങ്കിൽ ഇത്രയാണ് അതിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു റഫ് എസ്റ്റിമേറ്റ്, അതാണ് ടെൻഡറിങ് ആൻഡ് കോൺട്രാക്റ്റിംഗ്, യൂസ്ഫുള്ളാണ്. ആൻഡ് ഫോർത്ത് വൺ ഇസ് കൺട്രോൾ ഓഫ് കോസ്റ്റ്. നമുക്കൊരു പരിധി വരെ കോസ്റ്റ് അൺവാണ്ടഡ് എക്സ്പെൻഡിച്ചേഴ്സൊക്കെ കൺട്രോൾ ചെയ്യാം, മുന്നേ ഇത്രയാണ് കോസ്റ്റ് എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ. ഓക്കെ, ഇനി നമുക്ക് എസ്റ്റിമേഷന് എന്തൊക്കെ ഡേറ്റാസ് വേണം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഡ്രോയിങ് ആണ്, സെക്കൻഡ് വൺ സ്പെസിഫിക്കേഷൻ ആണ്, ആൻഡ് തേർഡ് വൺ ഇസ് റേറ്റ്. അപ്പോൾ ഡ്രോയിങ്, എന്തൊക്കെ ഡ്രോയിങ് വേണം? അതിൽ ഫസ്റ്റ് വൺ ഇസ് സൈറ്റ് ഓർ സർവീസ് പ്ലാൻ, രണ്ടാമത്തത് പ്ലാൻ സെക്ഷൻ എലിവേഷൻ, മൂന്നാമത്തത് ഡീറ്റെയിൽ ഡ്രോയിങ്. അപ്പോൾ ഇത് മൂന്നുമാണ് വേണ്ടത്. സൈറ്റ് ഓർ സർവീസ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്കെയിലാണ് ഈ 1/400 എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തത്. ഇത് ചോദിച്ചിട്ടുള്ളതാണ്, പ്രീവിയസ് PSC ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. സൈറ്റ് ഓർ സർവീസ് പ്ലാൻ അതിൻ്റെ സ്കെയിൽ എന്ന് പറഞ്ഞാൽ 1/400. പ്ലാൻ സെക്ഷൻ എലിവേഷൻ, അത് നമുക്കറിയാം, പ്ലാനും സെക്ഷൻ എലിവേഷൻ നമ്മൾ വരയ്ക്കുന്നതാണല്ലോ, അത് 1/100 വരയ്ക്കേണ്ടത്. ദെൻ ഡീറ്റെയിൽ ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ 1/10 to 1/29. അപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ട ഡ്രോയിങ്സ്. അപ്പോൾ ഇത് 3 ഇമ്പോർട്ടൻ്റ് ആണ്, 3
ഒരെണ്ണം ചോദിച്ചിട്ടുണ്ട്, ഇനി അടുത്ത രണ്ടും വേണമെങ്കിൽ ചോദിക്കാം. സോ റിലേറ്റഡ് ആയിട്ടുള്ളതുകൊണ്ട് ഓർത്ത് വെക്കാം. ദെൻ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡ്രോയിങ്ങിൽ കാണിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ എഴുതി ചേർക്കുന്നതിനാണ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ സ്പെസിഫിക്കേഷൻ തന്നെ ദർ ആർ 2 ടൈപ്സ്, ജനറൽ സ്പെസിഫിക്കേഷൻ ആൻഡ് ഡീറ്റെയിൽ സ്പെസിഫിക്കേഷൻ. ജനറൽ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റ് ചെയ്യുന്ന കോളത്തിൽ കാണിക്കുന്നതിനാണ് ജനറൽ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി അതിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റാത്തത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേറെ കാണിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡീറ്റെയിൽ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കമ്മിങ് ടു റേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് ക്വാണ്ടിറ്റി ഓഫ് വർക്ക്. അതായത് ഒരു മാനുഫാക്ചറിന് ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര എമൗണ്ട് വേണ്ടി വരും, അതിനെയാണ് റേറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എമൗണ്ട് റിക്വയർഡ് ടു ഫിനിഷ് വൺ ഓർ യൂണിറ്റ് ക്വാണ്ടിറ്റി ഓഫ് വർക്ക്. ഒരു യൂണിറ്റ് ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ഫിനിഷ് ചെയ്യാൻ എത്ര എമൗണ്ട് വേണ്ടി വരും എന്നുള്ളതിനെയാണ് നമ്മൾ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മാനുഫാക്ചറിങ് യൂണിറ്റിൽ പറയുകയാണെങ്കിൽ ഒരു മാനുഫാക്ചറിന് ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര എമൗണ്ട് വേണ്ടി വന്നു, അതാണ് റേറ്റ്. ഇതൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ സ്പെസിഫിക്കേഷനകത്ത് ഒന്ന് ഓർക്കുക, ജനറലും ഡീറ്റെയിലുമാണ്. ഇത് ചോദിക്കാറുണ്ട്, എസ്റ്റിമേഷൻ കോളത്തിൽ കാണുന്ന സ്പെസിഫിക്കേഷൻ ഏതാണെന്ന്. അപ്പോൾ അത് ഓർത്ത് വെക്കുക, ജനറൽ സ്പെസിഫിക്കേഷനാണ് നമ്മൾ എസ്റ്റിമേഷൻ കോളത്തിൽ കൊടുക്കുന്നത്. ഡീറ്റെയിൽ എസ്റ്റിമേഷൻ നമ്മൾ റെഫറൻസ് ആയിട്ട് കൂടെ വെക്കാറേ ഉള്ളൂ. അപ്പോൾ സ്പെസിഫിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് കനോട്ട് ബി ഡ്രോൺ ഇൻ ഡ്രോയിങ് ആയിട്ട് കാണിക്കാൻ പറ്റാത്ത വേറെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ സ്പെസിഫിക്കേഷനായിട്ട് കൊടുക്കാറുള്ളത്. അപ്പോൾ ഡ്രോയിങ്ങിനകത്ത് 3 ഓർക്കുക, സൈറ്റ് സർവീസ് പ്ലാൻ സെക്ഷൻ ആൻഡ് എലിവേഷൻ, ഡീറ്റെയിൽ ഡ്രോയിങ്. 3ൻ്റെ സ്കെയിൽ ഓർക്കുക. സൈറ്റ് സർവീസ് പ്ലാൻ ഓൾറെഡി ചോദിച്ചിട്ടുണ്ട് 1/400. പ്ലാൻ സെക്ഷൻ ആൻഡ് എലിവേഷൻ ഏത് സ്കെയിലാണ് കൊടുക്കേണ്ടത്, 1/100. ഡീറ്റെയിൽ ഡ്രോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/10 to 1/20. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് ഓർക്കാനുള്ളത്. ഇപ്പോൾ നമ്മൾ റേറ്റ് പറഞ്ഞു. ഇനി അടുത്തത് കോസ്റ്റാണ്. റേറ്റും കോസ്റ്റും തമ്മിലൊരു കൺഫ്യൂഷൻ വരുന്ന 2 ടേംസാണ്. അപ്പോൾ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേം യൂസ് ടു ഇൻഡിക്കേറ്റ് ദ ആക്ച്വൽ എമൗണ്ട് ഇൻകേർഡ് ഇൻ ദ മാനുഫാക്ചർ. അതായത് റേറ്റും കോസ്റ്റും തമ്മിലുള്ള വ്യത്യാസമാണ്. റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൊത്തം കൂടി എത്ര, ഞാൻ നേരത്തെ പറഞ്ഞു യൂണിറ്റ് ക്വാണ്ടിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മാനുഫാക്ചറിന് എത്ര കാശുണ്ട്, അതിനകത്ത് മാനുഫാക്ചറിന് ലേബർ ചാർജ് ഉണ്ടാവാം. അപ്പോൾ ലേബർ ചാർജ് കൂടെ കൂട്ടിയുള്ളതിനെയാണ് നമ്മൾ റേറ്റ് എന്ന് പറയുന്നത്. കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം, അല്ലെങ്കിൽ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാവുന്ന എമൗണ്ടിനെയാണ് നമ്മൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ആക്ച്വൽ എമൗണ്ട് മാത്രമാണ് കോസ്റ്റ്. പക്ഷേ റേറ്റ് എന്ന് പറഞ്ഞാൽ ഈ കോസ്റ്റ് പ്ലസ് ലേബർ ചാർജ് കൂടി വരും, അത് ശ്രദ്ധിക്കാം. ഇനി നമ്മൾ അനാലിസിസ് ഓഫ് റേറ്റ്, എങ്ങനെയാണ് റേറ്റ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ റേറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, ലേബർ ചാർജും വേണം, അതുപോലെ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് എന്ത്, റേറ്റ്. പക്ഷേ കോസ്റ്റ് അങ്ങനെയല്ല, ഒരു സംഭവം പ്രോഡക്റ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എത്ര വേണ്ടി വരും എന്ന് മാത്രമുള്ളതാണ് കോസ്റ്റ്. അപ്പോൾ നമുക്കിവിടെ റേറ്റ് മാത്രം മതി. പിന്നെ അനാലിസിസ് ഓഫ് റേറ്റിനകത്ത് നമുക്ക് എങ്ങനെയൊക്കെയാണ് റേറ്റ് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് കാര്യം വേണ്ടത് സ്പെസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽസ് ആൻഡ് വർക്ക്. അതായത് നമ്മൾ ഏത് മെറ്റീരിയലാണ്, എങ്ങനത്തെ മെറ്റീരിയൽസാണ്, ഇപ്പോൾ ബ്രിക്കാണോ അതല്ലെങ്കിൽ സ്റ്റോൺ വെച്ചിട്ടാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ വർക്ക്, എങ്ങനത്തെ വർക്കാണ്, ഇപ്പോൾ പൈൽ ഫൗണ്ടേഷൻ ഫോർ എക്സാമ്പിൾ, ഫൗണ്ടേഷൻ വരുമ്പോൾ പൈലാണോ അതല്ലെങ്കിൽ സാധാ ഷാലോ ഫൗണ്ടേഷനാണോ അത്. ദെൻ സെക്കൻഡ് വൺ ഇസ് റേറ്റ് ഓഫ് വേരിയസ് മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ കാര്യം പറഞ്ഞു. ഈ മെറ്റീരിയലിൻ്റെ തന്നെ പൈസ റേറ്റ് എത്രയാണ് എന്നുള്ളതാണ് സെക്കൻഡ് കാര്യം വേണ്ടത്. ദെൻ തേർഡ് വൺ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് കാര്യമായ കൺവേയൻസ് ചാർജസ്. ഈ മെറ്റീരിയലിലെ ലേബറിനെ എങ്ങനെ കൺവേ ചെയ്യും, എക്യുപ്മെൻറ്റ് ചാർജസ്, മിസ്സലേനിയസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്തിനകത്ത് വരുന്നത്, തേർഡ് കാര്യമായിട്ട്. അപ്പം നമ്മൾ റേറ്റും കോസ്റ്റും പറഞ്ഞു. അപ്പം നമുക്കിവിടെ വേണ്ട റേറ്റാണ്, പക്ഷേ കോസ്റ്റിൻ്റെ ഡെഫിനിഷനും ചോദിച്ചിട്ടുണ്ട് ഓവർസിയർ എക്സാമിന്, അതാണ് ഇതിനകത്ത് ഇമ്പിൾ വെച്ചാൽ. അപ്പം റേറ്റ് കോസ്റ്റ് പ്ലസ് ലേബർ ചാർജാണ്, ഇത്ര ഓർത്ത് വെക്കാം. ഇനി നമുക്ക് ഇത്രയും ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സാങ്ഷൻ വേണം. സാങ്ഷൻ തന്നെ ദർ ആർ 3 ടൈപ്സ് ഓഫ് സാങ്ഷൻ. 3 ടൈപ്പ് സാങ്ഷൻ ഉണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ, എക്സ്പെൻഡിച്ചർ സാങ്ഷൻ ആൻഡ് ടെക്നിക്കൽ സാങ്ഷൻ. അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ എന്ന് പറഞ്ഞാൽ അതാത് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി ഏത് ഡിപ്പാർട്ട്മെൻറ്റ് വർക്കാണോ ആ ഡിപ്പാർട്ട്മെൻറ്റ് സാങ്ഷനെയാണ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ എന്ന് പറയുന്നത്. ദെൻ എക്സ്പെൻഡിച്ചർ സാങ്ഷൻ അതെന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് സ്പെസിഫിക് വർക്കിന് മണി അലോട്ട് ചെയ്ത് കൊടുക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് ഫൈനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ്. നമുക്കറിയാം ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. ആ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ കിട്ടുന്ന സാങ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ്പെൻഡിച്ചർ സാങ്ഷൻ എന്ന് പറയും. അപ്പോൾ അതാണ് സെക്കൻഡ് ടൈപ്പ് ഓഫ് സാങ്ഷൻ. ഇനി മൂന്നാമത്തെ ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് സാങ്ഷൻ എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ സാങ്ഷനാണ്. ടെക്നിക്കൽ സാങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന്, അതായത് ഈ കൺസ്ട്രക്ഷനൊക്കെ നടത്തുന്ന എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് സാങ്ഷനെയാണ് നമ്മൾ എന്ത്
എന്ത് പറയുന്നത്, ടെക്നിക്കൽ സാങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടെക്നിക്കൽ സാങ്ഷൻ ചുമ്മാ കിട്ടുന്ന ഒരു കാര്യമല്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് കൊടുക്കണം, അതുപോലെ ഡിസൈൻ കാൽക്കുലേഷൻസ് കൊടുക്കണം, ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റ് എല്ലാം കൊടുക്കണം. അതായത് നമ്മൾ എസ്റ്റിമേഷനും ഡ്രോയിങ്ങും ഡിസൈൻ കാൽക്കുലേഷനും എല്ലാം കൊടുത്തതിന് ശേഷം ഏതൊരു അഡ്മിനിസ്ട്രേറ്റീവിൻ്റെയും അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചർ സാങ്ഷൻ കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് വർക്ക് തുടങ്ങാൻ പറ്റത്തില്ല. എന്ത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ തുടങ്ങാൻ പറ്റത്തുള്ളൂ, ടെക്നിക്കൽ സാങ്ഷൻ ഫൈനലായിട്ട് കിട്ടി ഈ ഡ്രോയിങ്സ് ഒക്കെ അപ്രൂവ് ചെയ്താൽ മാത്രമേ എന്ത് പറ്റത്തുള്ളൂ, നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് 3 ടൈപ്പ് ഓഫ് സാങ്ഷൻ. അപ്പോൾ ഇതിനകത്ത് ചോദിക്കാറുണ്ട് ടെക്നിക്കൽ സാങ്ഷന് എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ളത്. എസ്റ്റിമേറ്റ് ഡീറ്റെയിൽ വേണം, ഡിസൈൻ കാൽക്കുലേഷൻ വേണം, ആൻഡ് ക്വാണ്ടിറ്റീസ് ഓഫ് വർക്ക്, ഇത് 3 വേണം. ഓക്കെ, ഇനി അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചർ സാങ്ഷൻ ക്യാരി ഔട്ട് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ്, അതൊന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റീവ് അതാത് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഇനി കമ്മിങ് ടു അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റ് ചെയ്യുകയും വേണം, അതിൻ്റെ റേറ്റും വേണം. അപ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ആൻഡ് ലേബർ റിക്വയർഡ് ഫോർ 1 യൂണിറ്റ് ഓഫ് വർക്ക്, ഇത് ഒരു യൂണിറ്റിന് വേണ്ടിയിട്ട് നമുക്ക് സ്റ്റാൻഡേർഡ് ഡേറ്റാ ബുക്കിൽ നിന്ന് കിട്ടും. സ്റ്റാൻഡേർഡ് ഡേറ്റാ ബുക്കിന് 1 യൂണിറ്റിൻ്റെ കിട്ടും. അപ്പോൾ നമുക്കിപ്പോൾ എസ്റ്റിമേറ്റ് ചെയ്തപ്പോൾ ഒരു 10 യൂണിറ്റിൻ്റെ കിട്ടിയെങ്കിൽ ആ 1ൻ്റെ മൾട്ടിപ്ലൈഡ് ബൈ 10 ചെയ്താൽ നമുക്ക് എത്ര ക്വാണ്ടിറ്റി ആണെന്ന് കിട്ടും. ഇനി ഇതിൻ്റെ റേറ്റ് എല്ലാം എവിടെ നിന്ന് കിട്ടും, സ്റ്റാൻഡേർഡ് ഷെഡ്യൂൾ ഓഫ് റേറ്റ് എന്നിട്ട് അതിൽ നിന്ന് പൈസയും എസ്റ്റിമേറ്റ് ചെയ്യും. അപ്പോൾ ഓർത്ത് വെക്കുക, നമുക്ക് സ്റ്റാൻഡേർഡ് ഡേറ്റാ ബുക്കിൽ നിന്ന് 1 യൂണിറ്റ് വർക്കിനാണ് കിട്ടുന്നത്. നമുക്ക് എത്ര യൂണിറ്റ് അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, എത്ര മീറ്റർ ക്യൂബ് ഉണ്ടെന്നുള്ളത് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക, എന്നിട്ട് റേറ്റ് അതിൽ നിന്ന് കണ്ടുപിടിക്കാം. ഇനി നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടേംസാണ് ലംസമും കണ്ടിജൻസീസും. അതായത് ചില ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ചില ഐറ്റം അല്ലെങ്കിൽ സ്മോൾ ഐറ്റംസ് നമുക്ക് ഡീറ്റെയിൽ ഉണ്ടാക്കാൻ പറ്റത്തില്ല, ആ ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റ് ചെയ്യാനും പറ്റത്തില്ല. അങ്ങനെയുള്ള ഐറ്റത്തിന് അല്ലെങ്കിൽ അതിനുള്ള ക്വാണ്ടിറ്റീസിനാണ് നമ്മൾ പറയുന്നത് ലംസം ഐറ്റംസ് ഓർ ലംസം ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റാത്ത അത്രയും ചെറിയ സാധനം. ഇനി അടുത്തത് കണ്ടിജൻസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കാതെ പെട്ടെന്ന് നമ്മുടെ വർക്കിൻ്റെ ഇടയ്ക്ക് വരുന്ന ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് വരുന്ന ഐറ്റം ഓഫ് വർക്കിനെയാണ് നമ്മൾ കണ്ടിജൻസീസ് എന്ന് പറയുന്നത്. അത് ഇൻസിഡൻഷ്യൽ എക്സ്പെൻസസ് ഒക്കെ വരും അതിനകത്ത്. ഓക്കെ, ഇനി നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലോട്ടാണ് വരുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് എസ്റ്റിമേറ്റിംഗ് ദ എക്സാക്ട് ക്വാണ്ടിറ്റീസ് ഓഫ് ഈച്ച് ഐറ്റം ഓഫ് വർക്ക്. അതിനാണ് നമ്മളെന്താ ക്വാണ്ടിറ്റിയാണ്, അപ്പോൾ ക്വാണ്ടിറ്റി സർവേയിങ് ആണ്. ഞാൻ എഴുതിയിരിക്കുന്നതുകൊണ്ടാണ് ഓപ്ഷൻസ് ഇൻക്ലൂഡ് ചെയ്യാത്തത് കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്താൽ പ്രീവിയസ് ക്വസ്റ്റ്യനായിട്ട് കാണാൻ പറ്റും. സെക്കൻഡ് വൺ, ഇൻഫർമേഷൻ വിച്ച് കനോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ ദ എസ്റ്റിമേറ്റ് ഇസ് കൺവേർട്ട് ത്രൂ. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ ഡ്രോയിങ്ങിനകത്ത് കാണിക്കാൻ പറ്റാത്തത് നമ്മൾ സ്പെസിഫിക്കേഷനായിട്ട് കൊടുക്കും. ദെൻ തേർഡ് വൺ ഇസ് ഡാഷ് ആർ ഗിവൺ ഇൻ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്. ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിനകത്ത് ഏതാണ് കൊടുക്കുന്നത്, ജനറൽ സ്പെസിഫിക്കേഷനാണ് കൊടുക്കുന്നത്. എസ്റ്റിമേറ്റിന് കോളത്തിനകത്ത് കൊടുക്കും നേരത്തെ പറഞ്ഞായിരുന്നു. ദെൻ ആർട്ട് ഓഫ് ഡിറ്റർമിനിങ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് എ പ്രോപ്പർട്ടി, അതിനെന്താണ് പറയുന്നത്, വാല്യുവേഷൻ. ഓക്കെ, ദെൻ ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് എ ഹോൾ പ്രൊജക്ട് ഇൻക്ലൂഡിങ് ഓൾ ബിൽഡിംഗ് വർക്ക് സർവീസസ് ആൻഡ് ടോട്ടൽ കോസ്റ്റ് ഇസ് കോൾഡ് ആസ്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ബിൽഡിംഗ് വർക്കും സർവീസസും എല്ലാം കൂടി ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാപിറ്റൽ കോസ്റ്റ്. ആദ്യം നമ്മൾ കോസ്റ്റിനകത്ത് പറഞ്ഞിരുന്നു ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് പറയും. ക്യാപിറ്റൽ കോസ്റ്റും പറഞ്ഞായിരുന്നു, ആക്ച്വൽ കോസ്റ്റും പറഞ്ഞായിരുന്നു. ആക്ച്വൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ്റെ മാത്രം കോസ്റ്റാണ്. ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ബാക്കി ബിൽഡിങ്ങും സർവീസസും ടാക്സും അതുപോലെ ലാൻഡ് അക്വിസിഷനും എല്ലാം വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അഞ്ച് ക്വസ്റ്റ്യൻസും ഇനി കുറച്ചും കൂടി അടുത്ത സ്ലൈഡിൽ വരാനുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് തന്നെ ഉള്ള പ്രീവിയസ് ഇയർ PSC ക്വസ്റ്റ്യൻസ് ആണ്. ഇത് എയ്ക്കും ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ റെയറായിട്ട് എയ്ക്ക് ഇത്രയും സിമ്പിളായിട്ട് ചോദിക്കാറ് കേട്ടോ. എയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഓവർസിയർ ആണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി വരുന്ന ഓവർസിയർ എക്സാംസിലൊക്കെ യൂസ്ഫുള്ളാണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ, ഡേറ്റ റിക്വയർഡ് ടു പ്രിപ്പയർ ആൻ എസ്റ്റിമേറ്റ്. അപ്പോൾ അതിനകത്ത് ഡ്രോയിങ് ഉണ്ട്, പിന്നെ അതുപോലെ സ്പെസിഫിക്കേഷൻ, റേറ്റ്, ഓൾ ഓഫ് ദീസ്. അപ്പോൾ ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ. ഓക്കെ, അത് വായിച്ചാൽ മനസ്സിലാവും. അതിന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു സൈറ്റ് പ്ലാൻ ഇസ് ഡ്രോൺ ടു എ സ്കെയിൽ, അത് ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതൊരു തവണ ചോദിച്ചാണ് 1/400. അപ്പം നമ്മൾ 1/100 ആണ് ഏതാണ് പ്ലാൻ സെക്ഷൻ ആൻഡ് എലിവേഷൻ. അതുപോലെ 1/20 to 1/29 അതുകൂടി ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഈ 3 സ്കെയിലും ഒന്ന് ഓർത്ത് വെക്കുക. എമൗണ്ട് ടു ബി സ്പെൻഡ് ഫോർ ദ കംപ്ലീഷൻ ഓഫ് എ യൂണിറ്റ് ഐറ്റം ഓഫ് വർക്ക്. അതിനെന്താണ്, യൂണിറ്റ് ഐറ്റം ആണെങ്കിൽ അത് റേറ്റ് ആണ്. നമ്മൾ റേറ്റ് നിന്ന് എടുക്കുമെന്നെല്ലാം പറഞ്ഞല്ലോ, റേറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ്. ദെൻ ടോട്ടൽ എമൗണ്ട് ഇൻകേർഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ആൻ ഐറ്റം ആണെങ്കിൽ കോസ്റ്റ് ആണ്. നമ്മൾ റേറ്റ് കണ്ടുപിടിക്കുന്നതിന് അനാലിസിസ് ഓഫ് റേറ്റ്. ടു ഡിറ്റർമിൻ ദ റേറ്റ് വി യൂസ് എന്താണ്, അനാലിസിസ് ഓഫ് റേറ്റ്. അപ്പോൾ ഇത്രയാണ് ഉള്ളത്. ഇത്രയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ 10th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ടു ഡിറ്റർമിൻ ദ റേറ്റ് ഓഫ് ഐറ്റം നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. അത് അനാലിസിസ് ഓഫ് റേറ്റ് ആണ്. അത് നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ സിമ്പിളായിട്ട് പിക്കപ്പ് ചെയ്യാൻ പറ്റും.
അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടൊക്കെയാണ് ചോദിക്കാറ് ഓവർസിയർ എക്സാമിന്. ഇപ്പോൾ ബിടെക്കുകാർക്കൊക്കെ ഓവർസിയർ എക്സാം എഴുതിയെടുക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് കാണുമ്പോഴും ഇത് വായിക്കുമ്പോഴും ഇതിന് ഇത്രയും 10 ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. പല വർഷം ചോദിച്ചിട്ടുള്ളതാണെങ്കിലും ഇനി റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനാണ്, അത് ഏത് ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ക്വസ്റ്റ്യൻസ്. ദെൻ കമ്മിങ് ടു ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റ്. എസ്റ്റിമേറ്റ്സിൻ്റെ ടൈപ്പാണ് പ്രിലിമിനറി എസ്റ്റിമേറ്റും ഡീറ്റെയിൽ എസ്റ്റിമേറ്റും ആണ് നമുക്കുള്ളത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസ്, പ്രിലിമിനറി എസ്റ്റിമേറ്റിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിന് ഡിഫറെൻറ്റ് ടൈപ്സ്, അതിൽ നിന്നും ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് സിമ്പിളാണ്, നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരിക്കും ബിടെക് ലെവൽ. എന്നാലും ജസ്റ്റ് തിയറി ലെവലിൽ ഒന്ന് വായിച്ച് പോവുക. എന്തെങ്കിലുമൊക്കെ MCQs അതിൽ നിന്ന് കിട്ടിപ്പോവും. അപ്പോൾ അതൊന്ന് വായിച്ചു പോകും. അപ്പം പ്രിലിമിനറി എസ്റ്റിമേറ്റിന് നമ്മൾ അപ്രോക്സിമേറ്റ് മെത്തേഡ് അല്ലെങ്കിൽ റഫ് കോസ്റ്റ് മെത്തേഡ് എന്നൊക്കെ പറയും. ഇനി ഡീറ്റെയിൽ എസ്റ്റിമേറ്റിനാണെങ്കിൽ നമ്മൾ പറയുന്ന പേരാണ് ഐറ്റം റേറ്റ് എസ്റ്റിമേറ്റ്. അത് കുറച്ച് ഓരോ ഐറ്റം റേറ്റ് വെച്ച് ചെയ്യുന്നതുകൊണ്ടാണ് അതിന് ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രിലിമിനറി എപ്പോഴും അപ്രോക്സിമേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇറ്റ്സ് ഓൾസോ കോൾഡ് ആസ് റഫ് കോസ്റ്റ് എസ്റ്റിമേറ്റ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആസ് ഐ ടോൾഡ്, എസ്റ്റിമേറ്റ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. പ്രിലിമിനറി എസ്റ്റിമേറ്റും ഉണ്ട്, ഡീറ്റെയിൽ എസ്റ്റിമേറ്റും ഉണ്ട്. പ്രിലിമിനറി എസ്റ്റിമേറ്റിൽ വരുന്ന ഫസ്റ്റ് ടൈപ്പാണ് പെർ യൂണിറ്റ് ബേസിസ്. പെർ യൂണിറ്റ് ബേസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഒരു യൂണിറ്റ് വെച്ച്, ഫോർ എക്സാമ്പിൾ സ്കൂൾ പറയുകയാണെങ്കിൽ സ്കൂളിനകത്ത് 1000, ഇപ്പം നമ്മളൊരു ലൊക്കാലിറ്റി എടുത്തു, അവിടെ 1000 സ്റ്റുഡൻസ് ഉള്ള, അല്ലെങ്കിൽ പോട്ടെ 500 സ്റ്റുഡൻസ് ഉള്ള ഒരു സ്കൂള്, അവിടെ 5 കോടിയാണ്, 5 crore ആണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ എങ്കിൽ കറസ്പോണ്ടിങ് 1000 സ്റ്റുഡൻസ് ഉള്ള എത്രയ്ക്കും 10 കോടി. അപ്പോൾ അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതായത് പെർ യൂണിറ്റ് ബേസിസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനാണ് ഫസ്റ്റ് ടൈപ്പ് അതൊന്നും ഇതൊക്കെ അപ്രോക്സിമേറ്റ് മെത്തേഡാണ് നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത എക്സാമ്പിൾ നമുക്ക് പല ടൈപ്പ് പറയാം, ഓരോ ബിൽഡിങ്ങും പറയാം, സ്കൂള് പറയാം, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ പറയാം, പിന്നെ ഹോള് പറയാം, അതൊക്കെ പറയാം. അപ്പം ഇതാണ് പെർ യൂണിറ്റ് ബേസിസ് എന്ന് പറഞ്ഞിട്ട് ഉള്ള കാൽക്കുലേഷൻ. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ ഇസ് പ്ലിന്ത് ഏരിയ, തേർഡ് വൺ ക്യൂബിക്കൽ റേറ്റ് ആണ്, ഫോർത്ത് വൺ അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റ് ആണ്. ഇതിൻ്റെ ഓരോത്തിൻ്റെ ഡീറ്റെയിൽസ് ഇനി വരുന്ന സ്ലൈഡ്സിലുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു പെർ യൂണിറ്റ് ആണ് ഫസ്റ്റ് ടൈപ്പ്. അപ്പോൾ പെർ യൂണിറ്റിനകത്ത് ഒരു എക്സാമ്പിൾ നമ്മൾ സ്കൂള് പറഞ്ഞു. ഇനി ഈ സ്കൂളിൽ തന്നെ പോരാൻ നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം, ഹോസ്പിറ്റൽ പറയാം. ഹോസ്പിറ്റലാണ് ബെഡ് വെച്ചിട്ട് പറയാം. ഇപ്പം ഒരു 1000 ബെഡുള്ള ഹോസ്പിറ്റലിന് ഇത്രയും കോസ്റ്റ്, അങ്ങനെയാണെങ്കിൽ 10,000 ഉള്ളതിന് എത്ര. അതുപോലെ തന്നെ ഹോള് പറയും, ഇത്രയും സീറ്റ്, ഒരു 60 സീറ്റുള്ള ഒരു ഹോളിൻ്റെ കൺസ്ട്രക്ഷന് ഇത്രയാണ്, ബാക്കി 120 സീറ്റിന് എത്രയാണ്, അങ്ങനെ നമുക്ക് ചെയ്യാം. അതാണ് പെർ യൂണിറ്റ് ബേസിസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത സെക്കൻഡ് ടൈപ്പാണ് പ്ലിന്ത് ഏരിയ. ഇപ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ ഏരിയ എടുക്കുക, ഇപ്പോൾ നമ്മുടെ ഒരു ലൊക്കാലിറ്റി എടുത്തു കഴിഞ്ഞാൽ അവിടെ 1500, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഒരു 1500 സ്ക്വയർ ഫീറ്റിന് 50 ലക്ഷമാണെന്ന് വെച്ചു. അതിൽ നിന്ന് നമുക്ക് കറസ്പോണ്ടിങ് 2000 സ്ക്വയർ ഫീറ്റിന് എത്ര എന്ന് കണ്ടുപിടിച്ചു. ഒരേ ലൊക്കാലിറ്റി ആണെങ്കിൽ നമുക്ക് ഒരു സ്ക്വയർ ഫീറ്റിൻ്റെ കണ്ടുപിടിച്ചിട്ട് അത് എത്ര സ്ക്വയർ ഫീറ്റിനാണ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് കണ്ടുപിടിക്കാം. ഇതാണ് പ്രപ്പോർഷൻ. 1500 സ്ക്വയർ ഫീറ്റിന് 50 ലക്ഷം രൂപയാണ്, ഒരേ ലൊക്കാലിറ്റി ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. ദെൻ തേർഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ക്യൂബ് റേറ്റ് ഓർ ക്യൂബിക്കൽ കണ്ടൻറ്റ് മെത്തേഡ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ നേരത്തെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്വയർ ഫീറ്റ് മാത്രമേ എടുത്തുള്ളൂ പ്ലിന്ത് ഏരിയ. ഇവിടെ നമ്മളൊരു അഡീഷണൽ കാര്യം എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂഫിൻ്റെ ഹൈറ്റും കൂടി, അത് എല്ലാ ബിൽഡിങ്ങിനും ഒരേ ഹൈറ്റ് ആവണമെന്നില്ലല്ലോ. അപ്പം 1500 സ്ക്വയർ ഫീറ്റും അതുപോലെ ഹൈറ്റ് 3 മീറ്ററുമാണെന്ന് വെച്ചു. അടുത്ത കേസ് 1500 സ്ക്വയർ ഫീറ്റും ഹൈറ്റ് 4 മീറ്റർ. നമ്മൾ മറ്റേ കേസിൽ എന്ത് വരും, രണ്ടിനും സെയിം വരും അല്ലേ. ഇവിടെ രണ്ടിനും സെയിം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ക്യൂബിക്കൽ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്യൂബിക്കൽ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ ഫീറ്റ്, അതായത് ഒരു സ്ക്വയർ ഫീറ്റിൻ്റെ ആ ഏരിയയിലുള്ള കോസ്റ്റ് കണ്ടുപിടിക്കാം, ഇൻറ്റു നമ്മുടെ റൂഫിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അതാണ് ക്യൂബിക്കൽ കണ്ടൻറ്റ് അല്ലെ ക്യൂബിക്കൽ റേറ്റ്. ഇനി നാലാമത്തെ ഒരു മെത്തേഡാണ് അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റ്. അതാണ് നമ്മുടെ ഈ പ്രിലിമിനറി എസ്റ്റിമേറ്റിനകത്തുള്ള ഏറ്റവും അക്യുറേറ്റ് മെത്തേഡ്. അതിന് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഈ നേരത്തെ പറഞ്ഞു 1500 സ്ക്വയർ ഫീറ്റ്, അതുപോലെ തന്നെ ഫോർ എക്സാമ്പിൾ ഞാൻ പറയണം, ഒരു ഹോളും ഉണ്ട് ഒരു റെസിഡൻസും ഉണ്ട്, രണ്ടും 2000 സ്ക്വയർ ഫീറ്റാണ്. അതുപോലെ തന്നെ ഹൈറ്റ് രണ്ടിനും 4 മീറ്ററാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ 2 മെത്തേഡ് വെച്ച് ചെയ്താൽ, അല്ലെങ്കിൽ ഒരു ക്യൂബിക്കൽ റേറ്റ് ഇച്ചിരി കൂടെ ഉള്ള ക്യൂബിക്കൽ റേറ്റ് എടുത്ത് ചെയ്താലും നമുക്ക് എന്താണ് സെയിം എമൗണ്ട് ആണ് കിട്ടുന്നത്. പക്ഷേ നമ്മൾ നോക്കുമ്പം ഹോളിൽ നമ്പർ ഓഫ് വോൾസ് കുറവായിരിക്കും അല്ലേ. പക്ഷേ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിനകത്താണെങ്കിലോ നമ്പർ ഓഫ് വോൾസ് കൂടുതലായിരിക്കും. അപ്പം നമ്പർ ഓഫ് വോൾസും കൂടി കണക്ട് ചെയ്ത് നമ്മൾ യൂസ് ചെയ്ത് കണ്ടുപിടിക്കുന്നതിനാണ് അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അതിന് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് ദ വോൾ നോക്കും. ലെങ്ത് ഓഫ് ദ വോൾ എത്ര ലെങ്ത് വോൾ അതിനകത്ത് വരുന്നുണ്ട് ഇൻറ്റു യൂണിറ്റ് ലെങ്ത് ഓഫ് ദ വോൾ.
അങ്ങനെയാണ് നമ്മൾ അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി ചെയ്യുന്നത്. അതായത് 1 ക്യൂബിക് ഫീറ്റിന് 2000 രൂപയാണെന്ന് വെച്ചോ. അപ്പോൾ 2000 1 ക്യൂബിക് ഫീറ്റിൻ്റെ കിട്ടി. അപ്പോൾ നമ്മൾ അതിനകത്ത് എന്തുകൂടെ കൺസിഡർ ചെയ്യുന്നു? നമ്പർ ഓഫ് വോൾസും കൂടി കൺസിഡർ ചെയ്ത് എടുക്കുന്ന എസ്റ്റിമേറ്റിനാണ് അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റ്. അപ്പോൾ നമ്മൾ 4 ടൈപ്പ് പറഞ്ഞു: പെർ യൂണിറ്റ് ബേസ്, പ്ലിന്ത് ഏരിയ, ക്യൂബിക്കൽ കണ്ടന്റ്, അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി. ഇതിനകത്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് അക്യുറേറ്റ് മെത്തേഡ് ഏതാണെന്നുള്ളത്. അത് അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി മെത്തേഡാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വോൾസ് കൂടി ലെങ്ത് ഓഫ് ദ വോൾ മൾട്ടിപ്ലൈഡ് ബൈ യൂണിറ്റ് ലെങ്ത് ഓഫ് ദ വോളും കൂടി ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് എത്ര ലെങ്ത് ഉണ്ട്, യൂണിറ്റ് ലെങ്ത് ഓഫ് ദ വോൾ എത്രയാണ് കൊടുക്കുന്നത് എന്നുള്ളത് മൾട്ടിപ്ലൈ ചെയ്ത് എടുക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രിലിമിനറി എസ്റ്റിമേറ്റ്. ഇനി ആസ് സച്ച് പറയാം, പ്രിലിമിനറി എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിലിമിനറി എസ്റ്റിമേറ്റ് ആണ് ലീസ്റ്റ് അക്യുറേറ്റ്. അതിനകത്ത് ഇത്തിരി തമ്മിൽ ഭേദം എന്ന് പറയുന്നതാണ് അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റ്. അതാണ് മോസ്റ്റ് അക്യുറേറ്റ് മെത്തേഡ്. അത് ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ അത് മറക്കരുത്. അപ്പോൾ നമ്മൾ എസ്റ്റിമേറ്റിൻ്റെ ടൈപ്പായിരുന്നു പറഞ്ഞു. ആദ്യത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ പ്രിലിമിനറി എസ്റ്റിമേറ്റ് ആണ്. രണ്ടാമത്തെ നമ്മൾ കമ്മിങ് ടു ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്. ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിനകത്തും തന്നെ there are classifications. റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ഉണ്ട്, സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ് ഉണ്ട്, റിവൈസ്ഡ് ആൻഡ് സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ആനുവൽ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് എസ്റ്റിമേറ്റ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് ഓർ ഐറ്റം റേറ്റ് എസ്റ്റിമേറ്റിൻ്റെ സബ് ക്ലാസിഫിക്കേഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്: റിവൈസ്ഡ് എസ്റ്റിമേറ്റ്, സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ്, റിവൈസ്ഡ് ആൻഡ് സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ്, ആനുവൽ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് എസ്റ്റിമേറ്റ്. അപ്പോൾ ഇത്രയാണ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്. അതിനുള്ള കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൻ്റെ അല്ലെങ്കിൽ ഐറ്റം റേറ്റ് എസ്റ്റിമേറ്റിൻ്റെ ടൈപ്പ്, അതിൻ്റെ ടാബുലാർ കോളം, അതിൽ ഓരോന്നും എങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ അപ്രോക്സിമേറ്റ് മെത്തേഡിൽ ഇത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഏതാണ് അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി മെത്തേഡാണോ, ഏതാണ് ഏറ്റവും അക്യുറേറ്റ്. അപ്പോൾ അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി മെത്തേഡ് അത് മാത്രമേ അതിനകത്ത് ചോദിച്ച് കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇനി കമ്മിങ് ടു ഡീറ്റെയിൽ എസ്റ്റിമേറ്റിന് നമ്മൾ കുറച്ച് അധികം ചോദ്യം എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി അതിന് മുന്നേ ഒരു കാര്യം പറയാൻ, അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ്റെ അത് പറയാൻ വിട്ടുപോയതാണ് കേട്ടോ. അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കിട്ടാനായിട്ട് നമുക്ക് 3 കാര്യങ്ങൾ കൊണ്ട് കൊടുക്കണം അവിടെ ഡിപ്പാർട്ട്മെൻറ്റിൽ. ഏതൊക്കെയാണ്? റിപ്പോർട്ട്, നമ്മൾ എന്തിനാണ് ഈ പ്രോജക്റ്റ് അല്ലെങ്കിൽ ഈ കൺസ്ട്രക്ഷൻ ചെയ്യുന്നതെന്നുള്ളത് കാണിക്കാൻ. രണ്ടാമത്തെ സൈറ്റ് പ്ലാൻ, മൂന്നാമത്തെ ലൈൻ സ്കെച്ച് ഓർ ലേ ഔട്ട് പ്ലാൻ. ഇത് 3ഉം കൊടുക്കണം. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ഒരു കണ്ടിജൻസീസ് ലംസമും പറഞ്ഞു, അതിലും പറയാൻ വിട്ടുപോയതാണ്. കണ്ടിജൻസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എസ്റ്റിമേറ്റഡ് കോസ്റ്റിൻ്റെ 5 to 10% ആയിട്ട് എപ്പോഴും കൊടുക്കാറുണ്ട്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ളതാണ്. കണ്ടിജൻസീസ് എന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജാണ്? 5 to 10% ഓഫ് ദ എസ്റ്റിമേറ്റഡ് കോസ്റ്റാണ്. ഓക്കെ, ഇനി കമ്മിങ് ടു ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞു അക്യുറേറ്റ് മെത്തേഡാണ്. നമുക്ക് ടോട്ടൽ ക്വാണ്ടിറ്റി കോസ്റ്റായിട്ട് കിട്ടും. ഇനി കോസ്റ്റായിട്ട് കിട്ടാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റ് ചെയ്യണം, റേറ്റും കണ്ടുപിടിക്കണം. അപ്പോൾ ടോട്ടൽ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടാബുലാർ കോളത്തിനെയാണ് പറയുന്നത് ഡീറ്റെയിൽസ് ഓഫ് മെഷർമെൻറ്റ് ഫോം എന്ന് പറയും. അതായത് നമ്മൾ മെഷർമെൻ്റ് ആണ് അവിടെ എടുക്കുന്നത്, ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റ് ചെയ്യുക. അതെങ്ങനെയായിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ടാബുലാർ കോളം നിങ്ങൾ കണ്ടിട്ടുള്ളതാവും അല്ലേ, എപ്പോഴും കണ്ടിട്ടുള്ള ടാബുലാർ കോളമാണ്. അപ്പോൾ ആ ടാബുലാർ കോളമാണ് ഇനി അടുത്തത് കൊടുക്കുന്നത്. അപ്പം ഡീറ്റെയിൽസ് ഓഫ് മെഷർമെൻറ്റ് ഫോമാണ് ഫസ്റ്റ് ഉള്ളത്. ആ ഡീറ്റെയിൽസ് ഓഫ് മെഷർമെൻറ്റ് ഫോം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്ന ടാബുലാർ കോളമാണെന്ന് തോന്നുന്നു. ആണെന്ന് തോന്നുന്നതല്ല, അത് നിങ്ങൾ ക്വാണ്ടിറ്റി സർവേയിങ്ങിന് എല്ലാത്തിലും വരയ്ക്കുന്ന ഒരു ടാബുലാർ കോളമാണ്. പിന്നെ അതിന് ശേഷമാണ് നമ്മൾ റേറ്റ് എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് അടുത്ത ടാബുലാർ കോളം വരയ്ക്കും. അതിനാണ് അബ്സ്ട്രാക്റ്റ് ഓഫ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ്. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ഓഫ് മെഷർമെൻറ്റ് ഫോമിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്? ഡീറ്റെയിൽസ് ഓഫ് മെഷർമെൻറ്റ് ഫോമിൽ നിന്ന് യു വിൽ ഗെറ്റ് ടോട്ടൽ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റഡ്. എത്ര ക്വാണ്ടിറ്റി ഓരോ വർക്കും, അതിപ്പോൾ ഫോർ എർത്ത് വർക്ക് ആണെങ്കിൽ അല്ല എക്സ്കവേഷൻ ആണെങ്കിൽ എത്രയാണ് ടോട്ടൽ ക്വാണ്ടിറ്റി, അങ്ങനെയുള്ള ഡീറ്റെയിൽസാണ് എന്തെന്ന് കിട്ടുന്നത്? ഡീറ്റെയിൽസ് ഓഫ് മെഷർമെൻറ്റ് ഫോമിൽ നിന്ന് കിട്ടുന്നത്. അതുപോലെ തന്നെ അബ്സ്ട്രാക്റ്റ് ഓഫ് എസ്റ്റിമേറ്റഡ് കോസ്റ്റിൽ നിന്ന് കിട്ടുന്നത് കോസ്റ്റാണ്. അപ്പോൾ ആ ടാബുലാർ കോളം നോക്കാം. ഡീറ്റെയിൽസ് ഓഫ് മെഷർമെൻറ്റ് ഫോമാണ് ഇത്. അപ്പോൾ അതിനകത്ത് സീരിയൽ നമ്പർ കാണും, ഐറ്റം ഓഫ് വർക്ക് കാണും, എത്ര എണ്ണം, നമ്പർ, ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് ഓർ ഡെപ്ത്ത്, ക്വാണ്ടിറ്റി, റിമാർക്സ്. അപ്പോൾ ഇതെല്ലാം L/B/H ചെയ്ത ക്വാണ്ടിറ്റി മീറ്റർ ക്യൂബിൽ കിട്ടും. റിമാർക്സ് വല്ലതും ഉണ്ടെങ്കിൽ എഴുതാം. പിന്നെ ഈ ഐറ്റം ഓഫ് വർക്ക് നമ്മൾ എഴുതിയല്ലോ, എർത്ത് വർക്ക്, അതിനെയാണ് എന്ത് പറയുന്നത്? ജനറൽ സ്പെസിഫിക്കേഷൻ. തൊട്ട് മുന്നേ നമ്മളൊരു PSC ക്വസ്റ്റ്യനകത്ത് കണ്ടായിരുന്നു, ഡീറ്റെയിൽസ് ഓഫ് മെഷർമെൻറ്റ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഫോമിൽ എന്താണ് ഉണ്ടാവുക, ഏത് സ്പെസിഫിക്കേഷനാണ് ഉണ്ടാവുക? അത് ജനറൽ സ്പെസിഫിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ അത് പുറത്ത് വെക്കുക. അതാണ് ഞാനിവിടെ എർത്ത് വർക്ക് റൗണ്ട് ചെയ്ത് ജനറൽ സ്പെസിഫിക്കേഷൻ. ഇതാണ് ഡീറ്റെയിൽസ് ഓഫ്
മെഷർമെൻറ്റ് ഫോം. അപ്പോൾ ഈ ടോട്ടൽ ക്വാണ്ടിറ്റി കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് ആ ടോട്ടൽ ക്വാണ്ടിറ്റി അറിയാം. ഡേറ്റാ ബുക്കിൽ നിന്ന് ലേബറും മെറ്റീരിയൽസ് പറയാം. അതായത് ഒരു ക്വാണ്ടിറ്റി വർക്ക് ചെയ്യാനായിട്ട് എത്ര ലേബർ വേണം, എത്ര മെറ്റീരിയൽസ് വേണം എന്നുള്ളത് നമുക്ക് ഡേറ്റാ ബുക്കിൽ നിന്ന് കിട്ടും. അപ്പം നമുക്ക് കിട്ടിയ ക്വാണ്ടിറ്റി ഒരു 10 യൂണിറ്റ് ആണ്. 10 യൂണിറ്റിന് എത്ര വേണം എന്ന് അതിൽ നിന്ന് കണ്ടുപിടിക്കാം. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഡീറ്റെയിൽസ് ഓഫ് മെഷർമെൻറ്റിൽ നമുക്ക് ഓരോ ഐറ്റം ഓഫ് വർക്കിൻ്റെയും ക്വാണ്ടിറ്റി കിട്ടും. നമുക്ക് ഡേറ്റാ ബുക്കിൽ നിന്ന് എന്ത് കിട്ടും, യൂണിറ്റ് വർക്കിനുള്ള ലേബറും മെറ്റീരിയൽസും കിട്ടും. മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് വേണ്ടത് കണ്ടുപിടിക്കാം. ഇനി അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞുള്ള സെക്കൻഡ് ടാബുലാർ കോളം അബ്സ്ട്രാക്റ്റ് ഓഫ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ആണ്. അപ്പോൾ അതിന് ടാബുലാർ കോളം ഇതുപോലെ തന്നെ സീരിയൽ നമ്പർ, ഐറ്റം ഓഫ് വർക്ക് നമ്മൾ നേരത്തെ എഴുതിയ ജനറൽ സ്പെസിഫിക്കേഷൻ എഴുതുക. ക്വാണ്ടിറ്റി നമ്മൾ ഓൾറെഡി മറ്റേ ടേബിളിൽ നിന്ന് എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ യൂണിറ്റ് ഡേറ്റാ ബുക്കിൽ നിന്ന് എത്രയാണെന്ന് നോക്കാം, അല്ലെങ്കിൽ അതിൻ്റെ യൂണിറ്റ് എത്രയാണെന്ന് എഴുതാം. റേറ്റ് നമുക്കറിയാം. റേറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ് ബുക്കിൽ നിന്ന് കിട്ടും. അതിൽ നിന്ന് ആ റേറ്റിൻ്റെ യൂണിറ്റ് എഴുതുക, ടോട്ടൽ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി ആഡ് ചെയ്തെടുക്കുമ്പോൾ എന്ത് കിട്ടും, നമുക്ക് ടോട്ടൽ എമൗണ്ട് കിട്ടും. ഇനി വേറൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് എന്താണ് കണ്ടിജൻസീസ്, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, വീണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്ടാണ്ട് വീണ്ടും എംഫസൈസ് ചെയ്ത് ടാബുലാർ കോളത്തിലിട്ട് വരച്ചൊക്കെ എഴുതിയിരിക്കുന്ന കണ്ടിജൻസീസ് 3 to 5% എസ്റ്റിമേറ്റഡ് കോസ്റ്റ്. നിങ്ങൾ ഇലക്ട്രോണിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബുക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒരു 5 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ തന്നെ ആ 5 എണ്ണത്തിൽ മിക്കവാറും ഇത് റിപ്പീറ്റ് ചെയ്ത് കാണുന്ന ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കിയിട്ടുള്ളവർക്കറിയാം കണ്ടിജൻസീസ് എത്ര പെർസെൻറ്റേജാണ്, 3 to 5. അപ്പോൾ ഇനി കുറേ വരും, ടൂൾസ് ആൻഡ് പ്ലാൻസ്, പിന്നെ അതുപോലെ തന്നെ ഏർണസ്റ്റ് മണി ഡെപ്പോസിറ്റ്, അങ്ങനെ കുറേ വരും. അപ്പോൾ എല്ലാം കൂടെ കൺഫ്യൂഷൻ. അപ്പം ആദ്യമേ ഓരോരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴേ ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പെർസെൻറ്റേജ് വരുന്നത് ഓർത്ത് വെക്കുക, മറന്നു പോകത്തില്ല കേട്ടോ. അപ്പോൾ ഈ കണ്ടിജൻസീസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇലക്ട്രിഫിക്കേഷൻ ചാർജസ് വരും, പിന്നെ അതിൻ്റെ ഓരോന്നൊക്കെ വരും, ഫാൻസ്, ഫിറ്റിങ്സ്, അതിൻ്റെ ഒക്കെ വരും. അപ്പോൾ എല്ലാം കൂടി തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഇപ്പോഴേ ഓർത്ത് വെക്കുക. കണ്ടിജൻസീസ് എന്ന് പറഞ്ഞാൽ 3 to 5% ഓഫ് ദ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ആണ് കേട്ടോ. അപ്പം നമ്മൾ 2 കാര്യങ്ങൾ പറഞ്ഞു. ഡീറ്റെയിൽസ് ഓഫ് മെഷർമെൻറ്റ് ഫോമിൽ നമുക്ക് ക്വാണ്ടിറ്റി കിട്ടി. ആ ക്വാണ്ടിറ്റി അതിൻ്റെ യൂണിറ്റ് എഴുതി, റേറ്റിൻ്റെ യൂണിറ്റ് എഴുതി, ഇതിൽ നിന്നെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടി, ടോട്ടൽ എമൗണ്ട് കിട്ടി. അപ്പം നമുക്ക് ഇതിൽ നിന്ന് എന്ത് കിട്ടി, റേറ്റ് ഓഫ് അല്ലെങ്കിൽ ആബ്സ്ട്രാക്റ്റ് നമുക്ക് ഓഫ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് കിട്ടി. അതായത് എസ്റ്റിമേറ്റഡ് കോസ്റ്റിൻ്റെ ഒരു ധാരണ കിട്ടി. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കൽ സാങ്ഷനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. ടെക്നിക്കൽ സാങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടെക്നിക്കൽ സാങ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു എമൗണ്ടിനൊരു ചേഞ്ച് വരുത്താൻ പറ്റും. ഇവിടെ പറയാനുള്ള കാര്യം ഇനി അടുത്ത എസ്റ്റിമേറ്റ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇപ്പം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ അതുപോലെ തന്നെ ടെക്നിക്കൽ സാങ്ഷൻ കിട്ടാനായിട്ട് നമുക്ക് റിപ്പോർട്ട് വേണം. നമ്മൾ പറഞ്ഞു എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ്, അപ്പോൾ ഡീറ്റെയിൽ സ്പെസിഫിക്കേഷൻ വേണം, ഡ്രോയിങ്, പ്ലാൻ, സെക്ഷൻ, എലിവേഷൻ, സൈറ്റ് പ്ലാൻ എല്ലാം വേണം, ലേഔട്ട് പ്ലാൻ എല്ലാം വേണം, ഡിസൈൻ ചാർട്ട് വേണം, കാൽക്കുലേഷൻ വേണം, ഷെഡ്യൂൾ ഓഫ് റേറ്റ് എല്ലാം വെച്ചിട്ട് ടെക്നിക്കൽ സാങ്ഷൻ കിട്ടുള്ളൂ. ടെക്നിക്കൽ സാങ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചേഞ്ചസ് ഒന്നും വരുത്താൻ പാടില്ല. ഇനി ആ വരുത്തുന്ന കേസാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ തൊട്ട് മുന്നേ ഇത് പറഞ്ഞത്. റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എപ്പം നമുക്ക് ടെക്നിക്കൽ സാങ്ഷനിൽ ചേഞ്ച് വരുത്താമെന്നുള്ളത്. റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞ് ഒരു ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ എപ്പോഴാണ് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കോസ്റ്റ് ഓൾറെഡി നമുക്കറിയാമല്ലോ, അത് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കിട്ടിയ എമൗണ്ടിനേക്കാളും 10% കൂടുകയോ അതല്ലെങ്കിൽ ടെക്നിക്കൽ സാങ്ഷൻ കിട്ടിയ എമൗണ്ടിനേക്കാളും 5% കൂടുകയോ ചെയ്യുമോ, അല്ലെങ്കിൽ മെറ്റീരിയൽ ഡീവിയേഷൻ. ഈ 3 കേസസ് ഓർത്തുക. വെൻ ദ എമൗണ്ട് ഓഫ് ആക്ച്വൽ എസ്റ്റിമേറ്റ് എക്സീഡ്സ് 10% ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ, അല്ലെങ്കിൽ ആക്ച്വൽ എസ്റ്റിമേറ്റ് എക്സീഡ്സ് 5% ഓഫ് ടെക്നിക്കൽ സാങ്ഷൻ എമൗണ്ട്, അല്ലെങ്കിൽ മെറ്റീരിയൽ ഡീവിയേഷൻ. അപ്പോൾ 10 ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ, 5 ഓഫ് ടെക്നിക്കൽ സാങ്ഷൻ, അല്ലെങ്കിൽ മെറ്റീരിയൽ ഡീവിയേഷൻ. ഈ 3 കേസസ് മനസ്സിൽ ഉറപ്പിക്കാം. കാര്യം ഓപ്ഷനിൽ ചിലപ്പം ഇത് 2 തരാം, അല്ലെങ്കിൽ 3 തരാം. ഓക്കെ, അപ്പോൾ ഈ 3 കേസ് വരുമ്പോഴത്തേക്കും നമുക്ക് എസ്റ്റിമേറ്റ് മൊത്തത്തിൽ തിരുത്തി എഴുതാം, റിവൈസ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ഒരു കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, അതായത് പഴയതും പുതിയതും കൂടെ ചേർത്ത് വെച്ച് ഒരു കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത് പുതിയൊരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കാം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിവൈസ്ഡ് എസ്റ്റിമേറ്റ്. അപ്പം വാട്ട് ഓൾ കണ്ടീഷൻസ് നമുക്ക് എന്ത് കൊടുക്കാം, റിവൈസ് എസ്റ്റിമേറ്റ് കൊടുക്കാം. 3 കണ്ടീഷനാണ്: മെറ്റീരിയൽ ഡീവിയേഷൻ, അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ എന്നുള്ള ടോട്ടൽ കോസ്റ്റിൻ്റെ കിട്ടിയതിന് ശേഷം ടോട്ടൽ കോസ്റ്റിൻ്റെ 10% കൂടുക, അല്ലെങ്കിൽ ടെക്നിക്കൽ ആക്ച്വൽ എസ്റ്റിമേറ്റ് എക്സീഡ് 5% ഓഫ് ടെക്നിക്കൽ സാങ്ഷൻ എമൗണ്ട്. ടെക്നിക്കൽ സാങ്ഷൻ കിട്ടിയ എമൗണ്ടിൻ്റെ 5% കൂടുക, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കിട്ടിയതിൻ്റെ എമൗണ്ടിൻ്റെ 10% കൂടുക.
അതും അല്ലെങ്കിൽ മെറ്റീരിയൽ ഡീവിയേഷൻ ഉണ്ടാകും. ഈ 3 കേസിലും ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ എസ്റ്റിമേറ്റും പഴയ എസ്റ്റിമേറ്റും പുതുക്കിയ എസ്റ്റിമേറ്റും കൂടെ ചേർത്ത് ഒരു കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് യു ക്യാൻ ഗോ ഫോർ എ ന്യൂ എസ്റ്റിമേറ്റ് വിച്ച് ഇസ് കോൾഡ് ആസ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ്. അപ്പോൾ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ ടെക്നിക്കൽ സാങ്ഷൻ മാറ്റാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാണ് നേരത്തെ ടെക്നിക്കൽ സാങ്ഷൻ പറഞ്ഞത്. ഏത് കേസിൽ മാറ്റാം എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി. അപ്പോൾ ടെക്നിക്കൽ സാങ്ഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് വരുത്താൻ പറ്റത്തില്ല. ആക്ച്വലി അതിന് വേണ്ടത് കാര്യം ടെക്നിക്കലായിട്ട് റിപ്പോർട്ടും സ്പെസിഫിക്കേഷനും ഡ്രോയിങ്സും ഡിസൈൻ ചാർട്ട്സും എല്ലാം വേണം. പക്ഷേ എപ്പോൾ വരുത്താം? നമുക്ക് റിവൈസ്ഡ് എസ്റ്റിമേറ്റിൽ വരുത്താം വെൻ ദ ആക്ച്വൽ കോസ്റ്റ് എസ്റ്റിമേറ്റ് എക്സീസ് 5% ഓഫ് ദി ടെക്നിക്കൽ സാങ്ഷൻ എമൗണ്ട്. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ആണെങ്കിൽ 10%. അതുപോലെ തന്നെ മെറ്റീരിയൽ ഡിവിഷൻ. അപ്പോൾ ഇത് തിരിഞ്ഞു പോരുത് കേട്ടോ. അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ 10%, ടെക്നിക്കൽ സാങ്ഷൻ 5%, മെറ്റീരിയൽ ഡിവിഷൻ ഉണ്ടാവും. ഈ കേസസിൽ മാത്രം നമുക്ക് ഉണ്ടാകും. ദെൻ കമ്മിങ് ടു സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് ഇപ്പോൾ നമുക്ക് ഒറിജിനൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് അഡീഷണൽ ഒരു വർക്ക് വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കാം. ആ എസ്റ്റിമേറ്റിനെയാണ് നമ്മൾ സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ്, ആ വർക്കിനെ എന്താ പറയുക സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു എർത്ത് റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി റീറ്റെയിനിങ് ബോർഡ് വേണം. അപ്പോൾ അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു പുതിയ സപ്ലിമെൻ്ററി വർക്കാണ്. അതിനപ്പം നമുക്ക് വേറെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കാം. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മുടെ പ്രൊവിഷണൽ ക്വാണ്ടിറ്റി. അത് ചോദിക്കാറുള്ളതാണ്. പ്രൊവിഷണൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ നേരത്തെ ഒരു സപ്ലിമെൻ്ററി വർക്ക് ഉണ്ടല്ലോ, ആ വർക്കിൻ്റെ ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റ് കിട്ടുന്നു. ആ ക്വാണ്ടിറ്റിയാണ് നമ്മൾ പ്രൊവിഷണൽ ക്വാണ്ടിറ്റി എന്ന്. അപ്പോൾ തിരിഞ്ഞു പോകല്, സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ് തന്നെ സപ്ലിമെൻ്ററി വർക്കിന് കൊടുക്കുന്ന ഈ സപ്ലിമെൻ്ററി വർക്കിൻ്റെ ആ എസ്റ്റിമേറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൊവിഷണൽ ക്വാണ്ടിറ്റി. ക്വാണ്ടിറ്റി ഓഫ് സപ്ലിമെൻ്ററി വർക്കിനാണ് പ്രൊവിഷണൽ ക്വാണ്ടിറ്റി. ദെൻ തേർഡ് വൺ ഇസ് സപ്ലിമെൻ്ററി ആൻഡ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു വർക്ക് പകുതിക്ക് വെച്ച് നിർത്തുകയാണ്. ഇപ്പോൾ നമുക്ക് വേണ്ട ആ വർക്ക്, അങ്ങനെയാണെങ്കിൽ ബാക്കി വർക്ക്, റിമൈനിങ് വർക്ക് ആ ഇസ് അബാൻഡൻ ആൻഡ് ദ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് ദ റിമൈനിങ് വർക്ക്, അതായത് റിമൈനിങ് വർക്ക് എന്ന് പറയുന്നത് 95% ഓഫ് ദ ഒറിജിനൽ വർക്കാണെങ്കിൽ നമുക്ക് പുതിയൊരു സപ്ലിമെൻ്ററി ആൻഡ് റിവൈസ് എസ്റ്റിമേറ്റ് ഉണ്ടാക്കി ഫ്രഷ് ടെക്നിക്കൽ സാങ്ഷൻ വേണം എന്നുള്ളതാണ്. അപ്പോൾ അത് ഞാൻ എക്സാമ്പിൾ പറയും. ഇപ്പോൾ പൈൽ ഡെപ്ത്, അപ്പോൾ നമുക്ക് പൈല് ഒരു 15 മീറ്ററിലാണ് എനിക്ക് പൈല് അടിച്ചിട്ട് ഹാർഡ് സ്ട്രാറ്റം കിട്ടുന്നതെന്ന് വിചാരിക്കും. പക്ഷേ അതിന് മുന്നേ എനിക്കൊരു 5 മീറ്റർ അടിച്ചപ്പോൾ തന്നെ ഹാർഡ് സ്ട്രാറ്റം കിട്ടി. അപ്പോൾ ബാക്കി എന്ന് പറയുന്നത്, എനിക്ക് ബാക്കി റിമൈനിങ് വർക്ക് എന്ന് പറയുന്നത് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ 5 മീറ്റർ ചെയ്യാൻ എനിക്ക് എക്യുപ്മെൻറ്റും ആൾക്കാരും ഒക്കെ വേണ്ടി വന്നു. അപ്പോൾ അതിന് വർക്ക് കൊടുക്കണം. അപ്പോൾ നമുക്കിത് ഈ വർക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. പക്ഷേ ആ വർക്കിൻ്റെ കോസ്റ്റ് നോക്കുക, ആ റിമൈനിങ് കോസ്റ്റ് എന്ന് പറയുന്നത് 95%-നേക്കാളും ഒറിജിനൽ വർക്കിനേക്കാളും ലെസ്സാണെങ്കിൽ എന്ത് വേണം? ഈ ചെയ്ത വർക്കിന് നമ്മൾ വേറൊരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കി കാശ് കൊടുക്കണം. ആ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും എഫേർട്ട് എടുത്ത് അവർ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയുള്ള എസ്റ്റിമേറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സപ്ലിമെൻ്ററി ആൻഡ് റിവൈസ്. അപ്പോൾ ഇതിനകത്ത് ഓർത്ത് വെക്കേണ്ടത്, വെൻ ദ കോസ്റ്റ് ഓഫ് ദ റിമൈനിങ് വർക്ക് ഇസ് ലെസ് ദാൻ 95% ഓഫ് ദ ഒറിജിനൽ. അപ്പോൾ എപ്പോഴാണ് സപ്ലിമെൻ്ററി ആൻഡ് റിവൈസ് എസ്റ്റിമേറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ എക്സാംസിനൊക്കെ എളുപ്പമാണ്. നമുക്ക് ഈ കാര്യം അറിയാം, 95% ലെസ് ദാൻ ഓഫ് ദ 95% എന്നുള്ള കാര്യം അറിയാം. അപ്പോൾ അത് ഓപ്ഷനിൽ ജസ്റ്റ് പിക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ പൈലിൻ്റെ എക്സാമ്പിൾ ഓർത്ത് വെക്കുക. അപ്പോൾ കുറച്ച് എത്തിയപ്പോഴത്തേക്ക് തീർന്നു. അപ്പോൾ റിമൈനിങ് വർക്കിൻ്റെ കോസ്റ്റ് നോക്കുക, അത് 95% ഓഫ് ഒറിജിനൽ വർക്കിനേക്കാളും കുറവാണെങ്കിൽ എന്ത് ചെയ്യുക? നമ്മൾ സപ്ലിമെൻ്ററി ആൻഡ് റിവൈസ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞ് പുതിയ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി ടെക്നിക്കൽ സാങ്ഷൻ വാങ്ങിക്കുക, കമ്പീറ്റൻ്റ് അതോറിറ്റി വാങ്ങിക്കുക. അപ്പോൾ നമ്മൾ അങ്ങനെ ഉണ്ടാക്കുന്ന എസ്റ്റിമേറ്റിനെയാണ് സപ്ലിമെൻ്ററി ആൻഡ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ്. അപ്പോൾ സപ്ലിമെൻ്ററി വർക്ക് എസ്റ്റിമേറ്റ് എന്താണെന്ന് മനസ്സിലാക്കി, അതിനകത്ത് പ്രൊവിഷണൽ ക്വാണ്ടിറ്റി എന്താണെന്ന് മനസ്സിലായി, സപ്ലിമെൻ്ററി ആൻഡ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്താണെന്ന് ഉള്ള കാര്യം പറഞ്ഞു. അപ്പോൾ അതിനകത്ത് ഓർത്ത് വെക്കേണ്ടത്, എന്താ കോസ്റ്റ് ഓഫ് റിമൈനിങ് വർക്ക് ഇസ് ലെസ് ദാൻ, ബാക്കിയുള്ള വർക്കിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഒറിജിനൽ കോസ്റ്റിൻ്റെ 95%-നേക്കാളും കുറവാണെങ്കിൽ വിൽ അഡോപ്റ്റ് എന്താണ്? സപ്ലിമെൻ്ററി ആൻഡ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ്. ഓക്കെ, അപ്പോൾ അതാണ് സപ്ലിമെൻ്ററി ആൻഡ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ്. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ 3 പറഞ്ഞു അല്ലേ? ആദ്യത്തെ ഏതായിരുന്നു? റിവൈസ് എസ്റ്റിമേറ്റ് ആയിരുന്നു. രണ്ടാമത് സപ്ലിമെൻ്ററി ആയിരുന്നു. മൂന്നാമത് ഓർത്തൊക്കെ എളുപ്പമാണ്, സപ്ലിമെൻ്ററി ആൻഡ് റിവൈസ്. അപ്പോൾ തിയററ്റിക്കലി ഒന്നും ഓർക്കണ്ട. ഇതിനകത്ത് എപ്പോഴൊക്കെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്നുള്ള ഓർത്താൽ മതി. പ്രൊഫഷണൽ ക്വാണ്ടിറ്റി മറക്കരുത്. സപ്ലിമെൻ്ററി ആൻഡ് റിവൈസ് എസ്റ്റിമേറ്റിൽ ക്വാണ്ടിറ്റി ഓഫ് റിമൈനിങ് വർക്ക് ലെസ് ദാൻ 95% ഓഫ് ദി ടോട്ടൽ എസ്റ്റിമേറ്റഡ് ആണോ എന്ന് നോക്കുക. ആ ഓപ്ഷൻ എവിടെയാണ് ഉള്ളതെന്ന് നോക്കുക. പിന്നെ റിവൈസ് എസ്റ്റിമേറ്റിനകത്ത് 3 കാര്യങ്ങൾ ഓർക്കുക. ഏതൊക്കെയാണ്? മെറ്റീരിയൽ ഡീവിയേഷനും, അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ 10% ഓഫ് എസ്റ്റിമേറ്റഡ് കോസ്റ്റും, ടെക്നിക്കൽ സാങ്ഷൻ 5%. അത് തിരിഞ്ഞു പോകാതിരിക്കാൻ നോക്കുക. അപ്പോൾ ഈ 3 പോയിൻറ്റ്സാണ് ഇതിനകത്ത് ഓർക്കാനുള്ളത്. വേറെ നിങ്ങളിപ്പോൾ ഒന്നും തിയററ്റിക്കലി എഴുതി ഫലിപ്പിക്കുകയാണെന്ന് കാര്യം എന്താണെന്ന് മനസ്സിലാക്കാം. ഇതാണ് കാര്യം. ഓപ്ഷനിൽ അത് പിക്ക് ചെയ്യുക. ഇറ്റ്സ് വെരി സിമ്പിൾ. ഓക്കെ, അപ്പോൾ ഇതാണ് 3 നമ്മളിപ്പോൾ നമ്മൾ ഡീറ്റെയിൽ എസ്റ്റിമേറ്റിൻ്റെ
3 പറഞ്ഞു അല്ലേ. ഒരെണ്ണവും കൂടിയുണ്ട്, അത് ആനുവൽ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് എസ്റ്റിമേറ്റ് ആണ്. അപ്പോൾ അത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ ഈ കാര്യങ്ങളും മറക്കരുത്. സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റിനകത്ത് പ്രൊവിഷണൽ ക്വാണ്ടിറ്റി എന്താണെന്ന് പറഞ്ഞ് അതിശയിച്ചിരിക്കേണ്ട കാര്യമില്ല. നമ്മൾ ആ ചെയ്യുന്ന അഡീഷണൽ വർക്കാണ്, സപ്ലിമെൻ്ററി വർക്കാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, നമ്മുടെ എർത്ത് വർക്കിന് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വല്ല റീറ്റെയിനിങ് വോളോ അങ്ങനെ വല്ല ഉണ്ടാക്കുന്നെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, സപ്ലിമെൻ്ററി വർക്ക്. അപ്പോൾ നമ്മൾ ഈ നമ്മുടെ റീറ്റെയിനിങ് വോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ബഡ്ജറ്റിൽ നമ്മൾ വിചാരിച്ച കാര്യമല്ല, പക്ഷേ അവിടെ റീറ്റെയിനിങ് വോൾ കൺസ്ട്രക്ട് ചെയ്തേ മതിയാവും. നമ്മുടെ കൺസ്ട്രക്ഷൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കതൊരു പുതിയതായിട്ട് വരുന്ന കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ് ആയിട്ട് കാണിച്ച് ആ ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റ് ചെയ്തെടുക്കുന്നതിനാണ് പ്രൊവിഷണൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സപ്ലിമെൻ്ററി ആൻഡ് റിവൈസ്ഡിനകത്ത് ആ കോസ്റ്റ് 95% ലെസ്, അത് ഓർത്ത് വെക്കുക. ഞാൻ പറഞ്ഞ 4th വൺ ആനുവൽ ആൻഡ് റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് എസ്റ്റിമേറ്റ് ആണ്. അത് ആനുവൽ റിപ്പയറും ഓരോ വർഷവും വേണ്ട റിപ്പയറും മെയിൻ്റനൻസിനുമുള്ള എസ്റ്റിമേറ്റിനെയാണ് AR/AM എസ്റ്റിമേറ്റ് എന്നും പറയാറുണ്ട്. ഇനി നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസിലോട്ട് പോവുകയാണ്. ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് DCL എസ്റ്റിമേറ്റിൽ കണ്ടിജൻസീസ് എത്ര പെർസെൻറ്റേജാണ് ഞാൻ പറഞ്ഞത് ചോദിച്ചിട്ടുള്ളത് 3 to 5% ആണ്. പിന്നെ ഈ റിവൈസ്ഡ് ആൻഡ് സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റിൽ <95% അത് ചോദിച്ചിട്ടുണ്ട്. അതാണ് ആ പോയിൻ്റ് ഒന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ദെൻ 3rd വൺ ഏറ്റവും ലീസ്റ്റ് അക്യുറേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലിന്ത് ഏരിയ മെത്തേഡാണ് ലീസ്റ്റ് അക്യുറേറ്റ് ആയിട്ടുള്ളത്. ഇനി അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അപ്രോക്സിമേറ്റ് കോസ്റ്റ് ഓഫ് എ ബിൽഡിംഗ് പ്ലിന്ത് ഏരിയ ഇസ് 300 square meter. Cost of a building having a plinth area of 300 square meter at the rate of ₹1,500 per square meter. അതായത് ഒരു സ്ക്വയർ മീറ്ററിന് 1500 രൂപയാണ്. നമുക്ക് എന്താണ് 300 സ്ക്വയർ മീറ്റർ ഉള്ള പ്ലിന്ത് ഏരിയ ഉള്ള വീടിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കണം. അതായത് ഒരു സ്ക്വയർ ഫീറ്റിൻ്റെ അല്ലെ സ്ക്വയർ മീറ്റർ അവിടെ തന്നിരിക്കുന്നത്, ഒരു സ്ക്വയർ മീറ്ററിൻ്റെ കോസ്റ്റ് അറിയാം, മൾട്ടിപ്ലൈ ചെയ്യുക 300 × 1500, അപ്പോൾ നമുക്ക് 4,50,000 കിട്ടും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇതിൻ്റെ ബാക്കി അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം ഇത് എസ്റ്റിമേഷൻ്റെ ഈ നോട്ട്സ് ടെലിഗ്രാം ചാനലിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്, അത് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനകത്ത് PDF ആയിട്ട് ഫയൽ എല്ലാ നോട്ട്സും ഇടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി അടുത്ത വീഡിയോയിലുണ്ട്, പ്രോബ്ലംസും എല്ലാം ഉണ്ട്.